വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എന്നീ വരുന്ന എക്സാമുകൾക്ക് മുന്നോടിയായിട്ട് സിലബസ് ബേസ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ സബ്ജക്റ്റിൻ്റെയും ഫസ്റ്റത്തെ ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യ ഭൂപ്രകൃതിയാണ്. ഇതിൽ മുമ്പത്തെ ക്ലാസ്സുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളം, ഇന്ത്യ, ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട ഫസ്റ്റത്തെ ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭൂമിശാസ്ത്രമാണ് നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളായ ഭൂമിയുടെ ഘടന, അന്തരീക്ഷം എന്നിവ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരുന്ന ഇന്ത്യൻ ജോഗ്രഫിയാണ് കേട്ടോ. ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖല, നദികൾ, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശം എന്നിവ പറയുന്ന ഭാഗങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ SCERT ക്ലാസ്സുകൾ ബേസിക്കായിട്ട് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT ക്ലാസ്സുകൾ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യ ഭൂപ്രകൃതി. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ, ദ്വീപുകൾ എന്നിങ്ങനെ വിവിധ ഭൂരൂപങ്ങൾ ഭൂമിയിലുണ്ട്. ഒരു ഭൂപ്രദേശത്തിൽ കാണപ്പെടുന്ന ഇത്തരം സവിശേഷതകളെയാണ് അവിടുത്തെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഭൂപ്രകൃതി എന്ന് വെച്ചാൽ ഒരു പർവ്വതങ്ങൾ, പീഠഭൂമി, സമതലം, ദ്വീപുകളൊക്കെ എന്തുണ്ട് എന്നീ ഭൂരൂപങ്ങളൊക്കെ ഭൂമിയിലുണ്ട് അല്ലേ. അങ്ങനെ ഭൂപ്രദേശത്തിൽ കാണപ്പെടുന്ന സവിശേഷതകളെയാണ് അവിടുത്തെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ചെറുതും വലുതുമായ പർവ്വത നിരകളും സമതല പ്രദേശങ്ങളും വിശാലമായ പീഠഭൂമി പ്രദേശങ്ങളും മരുഭൂമിയും തീരപ്രദേശങ്ങളും ദ്വീപുകളും ഉൾപ്പെട്ട വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഇന്ത്യക്കുള്ളത്. ഇത് 5ാം ക്ലാസ്സിൽ SCERT ആയ കാരണം തന്നെ അത്രയ്ക്കും ബേസിക് ആയിട്ടാണ് പറയുന്നത്. ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബേസിക്കായിട്ട് വെച്ച് നമുക്ക് പഠിച്ചു പോകാം. ചെറുതും വലുതുമായ പർവ്വതനിരകൾ, സമതല പ്രദേശങ്ങൾ, വിശാലമായ പീഠഭൂമി പ്രദേശം, മരുഭൂമി, തീരപ്രദേശം, ദ്വീപുകളൊക്കെ എന്തുണ്ടായി ഇന്ത്യയിലുണ്ട് അല്ലേ. ഇനി ഇന്ത്യയിലെ പർവ്വതങ്ങൾ. ഹിമാലയ പർവ്വതത്തിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പശ്ചിമഘട്ട മലനിരകളും നൽകിയിട്ടുണ്ട് അല്ലേ. ലോകത്തിലെ തന്നെ ഉയരമേറിയ പർവ്വതനിരകളായ ഹിമാലയത്തിൻ്റെ ഒരു ഭാഗം ഇന്ത്യയിലാണ് ഉൾപ്പെടുന്നത്. ഹിമാലയത്തേക്കാൾ ഉയരം കുറഞ്ഞ നിരകളായ ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, വിന്ധ്യാനിരകൾ, സൽപുര നിരകൾ എന്നിവയാണ് ഇന്ത്യയിലെ മറ്റ് പ്രധാന പർവ്വതനിരകൾ. അപ്പോൾ ഏതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാന പർവ്വതനിരകൾ? ഏതൊക്കെയാണ്? ഹിമാലയ പർവ്വതനിര ഉണ്ട്, അതുപോലെ തന്നെ ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, വിന്ധ്യാനിരകൾ, സൽപുര നിരകൾ എന്നിവയൊക്കെ എന്താണ് പ്രധാനപ്പെട്ട പർവ്വതനിരകളാണ് അല്ലേ. ഈ പർവ്വതനിരകളിൽ നിന്നെല്ലാം അനേകം നദികളും ഉത്ഭവിക്കുന്നുണ്ട്. ഇനി ഇന്ത്യയിലെ സമതലങ്ങൾ. അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളെയാണ് സമതലങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളെയാണ് സമതലങ്ങൾ എന്ന് പറയുന്നത്. ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്കു ഭാഗത്ത് വിശാലമായ ഒരു സമതലമുണ്ട്. ഹിമാലയത്തിൽ നിന്നും നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചാണ് ഈ സമതലങ്ങൾ രൂപപ്പെട്ടത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങൾ എന്നാണ് ഈ സമതല പ്രദേശം അറിയപ്പെടുന്നത്. ചോദിക്കാറുണ്ട് അല്ലേ. ഹിമാലയത്തിൽ നിന്നും നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ച് രൂപപ്പെട്ട സമതലങ്ങൾ ഏതാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങളാണ്. ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്തായിട്ട് ഒരു വിശാലമായ സമതലമുണ്ട്. അതാണ് എന്ന് പറയുന്നത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഫലഭൂയിഷ്ഠമായ സമതലങ്ങളായ കാരണം തന്നെ ഗോതമ്പ്, നെല്ല്, ചോളം, കരിമ്പ് മുതലായ അനേകം വിളകൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതിനാൽ ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്നും ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് സമതലത്തെയാണ്? ഗംഗ ബ്രഹ്മപുത്ര സമതലത്തെയാണ് അല്ലേ. ഇനി ഇന്ത്യയിലെ മരുഭൂമി. വീശിയടിക്കുന്ന കാറ്റും കൊടും ചൂടും കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചിരിക്കുന്ന മണൽക്കൂനകളും മരുഭൂമികളുടെ സവിശേഷതകളാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാൻ സംസ്ഥാനത്തിൻ്റെ കൂടുതൽ ഭാഗവും എന്നാണ് മരുഭൂമിയാണ് അല്ലേ. അതുപോലെ തന്നെ താർ മരുഭൂമി എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് മഴ വളരെ കുറവായതിനാൽ ജനവാസവും കൃഷിയും കുറവാണ്. അപ്പോൾ താർ മരുഭൂമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനാണ്. മഴ കുറവാണ്, അത് കാരണം തന്നെ ജനവാസവും അവിടെ കുറവാണ് അല്ലേ. ഇന്ത്യയിലെ പീഠഭൂമികൾ.
ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതും മുകൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളെയാണ് പീഠഭൂമികൾ എന്ന് പറയുന്നത്. അപ്പോൾ പീഠഭൂമികൾ എന്ന് വെച്ചാൽ എന്താണ്? ചുറ്റുമുള്ള പ്രദേശങ്ങളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉയർന്ന ഭാഗമാണ്, അതുപോലെ തന്നെ ഏറെക്കുറെ നിരപ്പായതുമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് പീഠഭൂമികൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. അതുപോലെ തന്നെ മാൾവ, ഛോട്ടാ നാഗ്പൂർ എന്നിവയൊക്കെ എന്താണ്? മറ്റു പ്രധാന പീഠഭൂമികളാണ്. ഇനി ഇന്ത്യയിലെ തീരപ്രദേശങ്ങൾ. സമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നിരപ്പായ ഭൂപ്രദേശങ്ങളെയാണ് തീരപ്രദേശങ്ങൾ എന്ന് പറയുന്നത്. സമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നിരപ്പായ ഭൂപ്രദേശങ്ങളെയാണ് എന്ന് പറയുന്നത് തീരപ്രദേശങ്ങൾ എന്ന് പറയുന്നത്. നീളമേറിയ തീരപ്രദേശമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യക്കുള്ളത് എന്താണ്? നീളമേറിയ തീരപ്രദേശമാണ്. ഇനി ഇന്ത്യയിലെ ദ്വീപുകൾ. സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളെയാണ് ദ്വീപുകൾ എന്ന് പറയുന്നത്. ദ്വീപുകൾ എന്ന് വെച്ചാൽ എന്താണ്? സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളെയാണ് ദ്വീപുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഭാഗമായ അനേകം ദ്വീപുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ദ്വീപസമൂഹങ്ങളാണ് അറബിക്കടലിലെ ലക്ഷദ്വീപും ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ നിക്കോബർ ദ്വീപ സമൂഹങ്ങളും. അപ്പോൾ ദ്വീപുകൾ എന്ന് വെച്ചാൽ എന്താണ്? സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളാണ് ദ്വീപുകൾ. ഇന്ത്യയുടെ ഭാഗമായ അനേകം ദ്വീപുകൾ എവിടെയുണ്ട്? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ദ്വീപസമൂഹങ്ങൾ ഏതൊക്കെയാണ്? അറബിക്കടലിലെ ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് എവിടെയാണ്? അറബിക്കടലിലാണ്. പഠിച്ചു വയ്ക്കുക. ലക്ഷദ്വീപ് എവിടെയാണ്? അറബിക്കടലിലാണ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബർ ദ്വീപ് സമൂഹങ്ങൾ എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ലക്ഷദ്വീപിൻ്റെയും ആൻഡമാൻ നിക്കോബർ ദ്വീപുകളുടെയും ചിത്രം നൽകിയിട്ടുണ്ട് അല്ലേ. ഇനി ഇന്ത്യ നദികൾ. ഇന്ത്യയിലെ പ്രധാന പർവ്വതനിരകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. ഇതിൽ മിക്ക പർവ്വതനിരകളും അനേകം നദികളുടെ ഉത്ഭവസ്ഥാനങ്ങളാണ്. ഹിമാലയ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയും ഉപദ്വീപീയ നദിയിലെ ഉപദ്വീപിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നീ നദികളാണ് ഇന്ത്യയിലെ പ്രധാന നദികൾ. അപ്പോൾ എന്താണ് പറയുന്നത്? ഹിമാലയ പർവ്വത നിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്ന ഈ നദികളൊക്കെയാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളാണ് ഹിമാലയൻ നദികളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ. ഏതൊക്കെയാണ്? ഹിമാലയ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയാണ്. എന്നാൽ ഉപദ്വീപീയ നദിയിലെ ഉപദ്വീപീയ പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ എന്നറിയപ്പെടുന്നതാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്ന് പറയുന്നത് അല്ലേ. നെക്സ്റ്റ്, ഇന്ത്യയിലെ കാലാവസ്ഥ. വളരെയധികം വൈവിധ്യമുള്ള കാലാവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ മഴക്കാലം, ശൈത്യകാലം, വേനൽക്കാലം എന്നിങ്ങനെയുള്ള ഋതുക്കളാണ് അനുഭവപ്പെടുന്നത്. അറിയാലേ, ഇന്ത്യയിലെ മഴക്കാലം, ശൈത്യകാലം, വേനൽക്കാലം എന്നിങ്ങനെയുള്ള ഋതുക്കളുണ്ട്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും ഒക്ടോബർ മുതൽ നവംബർ വരെയുമുള്ള 2 മഴക്കാലങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത്. അപ്പോൾ ഇന്ത്യയിൽ എത്ര മഴക്കാലങ്ങളുണ്ട്? 2 മഴക്കാലങ്ങളാണ് ഉള്ളത്. ഒന്ന് വെച്ചാൽ ഏതാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. രണ്ടാമത്തെ മഴക്കാലം ഏതാണ്? ഒക്ടോബർ മുതൽ നവംബർ വരെയാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ പറയുന്നുണ്ട് കേട്ടോ. അറബിക്കടലിനോട് ചേർന്ന പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഈ കാലയളവുകളിൽ ധാരാളം മഴ ലഭിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? മേഘാലയയിലെ ചിറാപുഞ്ചിയിലാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്നത്. ഇന്ത്യയിലെ കാർഷിക മേഖല ഈ മഴക്കാലങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ശൈത്യകാലത്തെ തുടർന്ന് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നു. നമുക്കറിയാം അല്ലേ, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നുണ്ട്. ഡിസംബർ മുതൽ ഫെബ്രുവരി മാസങ്ങളിലാണ് ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ഇനി ഇന്ത്യ നൈസർഗിക സസ്യജാലങ്ങളും ജന്തുക്കളും. ഇന്ത്യയുടെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഏറെ വൈവിധ്യങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഈ വൈവിധ്യങ്ങൾക്കനുസൃതമായി സസ്യജാലങ്ങളിലും ജന്തുക്കളിലും ഒട്ടനവധി വൈവിധ്യങ്ങൾ നമുക്ക് കാണാം. മഴക്കാടുകൾ, ഇലപ്പൊഴിയും കാടുകൾ, മുൾക്കാടുകളും കുറ്റിക്കാടുകളും പുൽപ്രദേശങ്ങൾ മുതലായ നൈസർഗിക സസ്യജാലങ്ങളും ഇന്ത്യയിലുണ്ട്. ആന, സിംഹം, കടുവ, പുലി, കാട്ടുപോത്ത്, മാൻ, മയിൽ, വേഴാമ്പൽ മുതലായ അനേകം പക്ഷി മൃഗാദികളുടെ ആവാസ കേന്ദ്രങ്ങളായ ഈ പ്രദേശങ്ങൾ ഇന്ത്യയുടെ വിലമതിക്കാനാകാത്ത സമ്പത്താണ് എന്നതിൽ സംശയമില്ല. അത് നമുക്ക് പറയുന്നതാണ്, അവിടെ കുറേ സസ്യജന്തുജാലങ്ങളൊക്കെ ഇന്ത്യയിലുണ്ടെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഇന്ത്യക്കാർ.
ഭൂപ്രകൃതി, കാലാവസ്ഥ, സൃഷ്ടി, ജന്തുജാലങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയേ. ദക്ഷിണേന്ത്യക്കാരുടെ പ്രധാന ഭക്ഷണം ഏതാണ്? അരിയാണ് പ്രധാന ഭക്ഷ്യധാന്യമെങ്കിൽ ഉത്തരേന്ത്യക്കാർക്ക് ഗോതമ്പാണ് പ്രധാന ഭക്ഷ്യധാന്യം. എന്താണ്? ഉത്തരേന്ത്യക്കാർക്കാണെങ്കിൽ ഗോതമ്പാണ്, ദക്ഷിണേന്ത്യക്കാർക്ക് എന്താണ്? അരിയാണ് പ്രധാന ഭക്ഷ്യധാന്യം അല്ലേ. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യക്കാർ നോക്കുകയാണെങ്കിൽ കൂടുതലും പരുത്തി വസ്ത്രങ്ങളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പരുത്തി വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പർവ്വത പ്രദേശങ്ങളിലുള്ളവർ ഏതാണ്? കമ്പിളി വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ആഘോഷങ്ങളാണെങ്കിലോ കേരളീയരുടെ ദേശീയ ഉത്സവം ഓണമാണ്. എന്നാൽ തമിഴ്നാട്ടിൽ പൊങ്കാലയാണ് അല്ലേ. പൊങ്കാലയാണ് പ്രധാന ആഘോഷം എന്ന് പറയുന്നത്, പൊങ്കലാണ്. ആസാമിലെ ബിഹു, ഉത്തരേന്ത്യയിലെ ഹോളി എന്നിങ്ങനെ ആഘോഷങ്ങളിലും ആചാരങ്ങളിലൊക്കെ വൈവിധ്യം കാണിക്കുന്നുണ്ട് അല്ലേ. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ എന്നാണ് പറയുന്നത്, വ്യത്യസ്തമായ ഉത്സവങ്ങളാണ്. അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, കാലാവസ്ഥയുടെ കാര്യത്തിലാണെങ്കിലും ശരിയൊക്കെ ഡിഫറെൻ്റ് ആണെന്നാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ചാപ്റ്റർ മനസ്സിലായാലോ? അത്രയ്ക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണല്ലേ പറഞ്ഞത്. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കിയാലോ? ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് PSC കൂടുതലായിട്ട് ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് നോക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. നാം വസിക്കുന്ന ഭൂമിയുടെ 2/3 ഭാഗവും സമുദ്രമാണ്. നമുക്കറിയാമല്ലോ അല്ലേ, 2/3 ഭാഗം എന്താണ്? സമുദ്രമാണ്. പല പേരുകളിൽ അറിയപ്പെടുന്നുവെങ്കിലും അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. സമുദ്രം ഒഴികെയുള്ള ഭൂമിയുടെ ഭാഗം കരയാണ്. പല പേരുകളിലാണ് സമുദ്രം അറിയപ്പെടുന്നത് അല്ലേ. ഓരോ സമുദ്രങ്ങൾക്കും പല പേരുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇവയെല്ലാം എന്താണ്? പരസ്പരം ബന്ധപ്പെട്ടിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമുദ്രം ഒഴികെയുള്ള ഭാഗങ്ങളെ കര എന്നാണല്ലേ പറയുന്നത്. വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്നർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്നാണ് വിളിക്കുന്നത്. വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്ന് പറയുന്നതിന് പകരം എന്ന് വിളിക്കുന്നു ഭൂഖണ്ഡങ്ങൾ അല്ലെങ്കിൽ വൻകരകൾ എന്ന് വിളിക്കുന്നു. വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം. ഉയരമേറിയ പർവ്വതങ്ങൾ, വിശാലമായ സമതലങ്ങൾ, അതുപോലെ തന്നെ വിസ്തൃതമായ മരുഭൂമികൾ, പീഠഭൂമികൾ മുതലായ പല ഭൂരൂപങ്ങളും നമ്മുടെ ഭൂഖണ്ഡങ്ങളിൽ കാണാനായിട്ട് സാധിക്കും അല്ലേ. നമുക്കൊരു പിക്ചർ നൽകിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഓരോ സമുദ്രമൊക്കെ എന്താണ് കണക്റ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അത് കാണിക്കുന്ന ഒരു പിക്ചറാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. ഭൂപടമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഉപഭൂഖണ്ഡം. ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. എന്താണ് പറഞ്ഞത്? ഭൂഖണ്ഡങ്ങളിലെ പോലെ തന്നെ ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള ഭൂഖണ്ഡ ഭാഗങ്ങൾ എന്ന് വിളിക്കുന്നു ഉപഭൂഖണ്ഡങ്ങൾ എന്നാണ് വിളിക്കുന്നത്. പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത്. ചോദിക്കാല്ലേ, പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്കുഭാഗത്തെ ഇതര ഭൂഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത്. ഇനി ഈ പാമീർ പീഠഭൂമിക്ക് പ്രത്യേകത എന്താണ്? ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന പീഠഭൂമിയാണ് എന്തെന്ന് പറയുന്നത്? പാമീർ പീഠഭൂമി. ടിയാൻ ഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദുക്കുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമ സ്ഥാനമാണ് പാമീർ പീഠഭൂമി. അപ്പോൾ പാമീർ പീഠഭൂമി എന്ന് വിളിക്കുന്നു ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ ടിയാൻ ഷാൻ, കാരക്കോറം, കുൻലൂൺ, ഹിന്ദുക്കുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമ സ്ഥാനം കൂടിയാണ് ഈ പാമീർ പീഠഭൂമി. ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ, വിശാലമായ സമതലങ്ങൾ, മരുഭൂമി പ്രദേശങ്ങൾ, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ, തീരസമതലങ്ങൾ, ദ്വീപുകൾ ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതി. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതി എന്നാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണല്ലേ. പർവ്വത ശിഖരങ്ങളുണ്ട്, സമതലങ്ങളുണ്ട്, അതുപോലെ തന്നെ മരുഭൂമികൾ, പീഠഭൂമികൾ, തീരസമതലങ്ങൾ, ദ്വീപുകളൊക്കെ ചേർന്നാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതവും കിഴക്കേ അതിർത്തിയിൽ അരക്കൻ പർവ്വതനിരകളും പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദുക്കുഷ് പർവ്വതനിരയും സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ പർവ്വതങ്ങളുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വടക്കേ അതിർത്തിയിൽ എന്താണ്? ഹിമാലയ പർവ്വതമാണ്. കിഴക്കാണെങ്കിലോ അരക്കൻ പർവ്വതനിരയാണ്. പടിഞ്ഞാറാണെങ്കിലോ ഹിന്ദുക്കുഷ് പർവ്വതനിരയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അതിർത്തി ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അതിർത്തി എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എപ്പോഴാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് എപ്പോഴും. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ?
പാകിസ്ഥാനിൽ ഹിന്ദുകുഷ് പർവ്വതനിര, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായി ഹിമാലയ പർവ്വതനിര എന്നിവയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ഓക്കെ, ഹിന്ദുകുഷ് പർവ്വതനിരയുണ്ട് അല്ലേ. അതുപോലെ തന്നെ നേപ്പാൾ, ഭൂട്ടാൻ എന്താണ് പറഞ്ഞത്? പാകിസ്ഥാനിൽ ഹിന്ദുകുഷ് പർവ്വതനിര, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിൽ ഏതൊക്കെയാണ്? ഹിമാലയ പർവ്വതനിര അല്ലെ. ഹിമാലയ പർവ്വതനിര ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ ഭാഗങ്ങളിലായിട്ടാണ് ഹിമാലയ പർവ്വതനിര കാണപ്പെടുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ഹിന്ദുകുഷ് പർവ്വതനിര കാണപ്പെടുന്നത്. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും ഈ പർവ്വത മേഖലയിലാണുള്ളത്. ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്ത് വിശാലമായ സമതല പ്രദേശമാണുള്ളത്. നമ്മൾ പറഞ്ഞു അല്ലേ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങളാണ് അതിവിശാലമായ ഈ സമതലം രൂപപ്പെട്ടിട്ടുള്ളത്. ഉത്തര മഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സമതല പ്രദേശങ്ങൾ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു. കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം വ്യാപിച്ചു കിടക്കുന്നത്. ഇനി ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ ഏതൊക്കെയാണ്? ഫലഭൂയിഷ്ഠമായ മണ്ണ്, നദികളാൽ ജലസമൃദ്ധം, നിരപ്പാർന്ന ഭൂപ്രദേശം, ജനനിബിഡം. ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ ഏതൊക്കെയാണ്? ഫലഭൂയിഷ്ഠമായ മണ്ണ്, നദികളാൽ ജലസമൃദ്ധം, നിരപ്പാർന്ന ഭൂപ്രദേശം, ജനനിബിഡം. ഉത്തര മഹാസമതലത്തിന് തെക്കുഭാഗം പീഠഭൂമിയാണ്. ഇതിന് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായി കണക്കാക്കുന്നു. ഏറെക്കുറെ ത്രികോണാകൃതിയിലുള്ള ഈ ഭൂഭാഗത്തിന് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് പേര്. ത്രികോണാകൃതിയുള്ള ഈ ഭാഗത്തിന് എന്നാണ് വിളിക്കുന്നത്? ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് വിളിക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമി നമുക്ക് ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അല്ലേ. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട പ്രദേശമാണ് താർ മരുഭൂമി. നോക്കിയൊക്കെ, ഇവിടെ ഉപദ്വീപീയ പീഠഭൂമിക്ക് വടക്ക് ഭാഗത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? താർ മരുഭൂമി കാണപ്പെടുന്നത്. വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് കള്ളിമുൾ ചെടികളും കുറ്റിമുൾ ചെടികളുമാണ് സ്വാഭാവിക സസ്യജാലങ്ങൾ. നമുക്കറിയാം അല്ലേ, മരുഭൂമിയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളാണ് കൂടുതലായിട്ട് ഉണ്ടായിരിക്കാം. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ദൈർഘ്യമേറിയ തീരപ്രദേശമാണുള്ളത്. മാലിദ്വീപ്, ശ്രീലങ്ക എന്നീ ദ്വീപ് രാഷ്ട്രങ്ങളും ലക്ഷദ്വീപ്, ആൻഡമാൻ, നിക്കോബർ തുടങ്ങിയ ചെറിയ ദ്വീപ സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗം ഏതൊക്കെയാണ്? മാലിദ്വീപ്, ശ്രീലങ്ക എന്നീ ദ്വീപ് രാഷ്ട്രങ്ങൾ, ലക്ഷദ്വീപ്, ആൻഡമാൻ, നിക്കോബർ തുടങ്ങിയ ചെറിയ ദ്വീപ സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് തനതായ കാലാവസ്ഥാ സവിശേഷതയാണുള്ളത് അല്ലേ. നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ ഓരോന്നും. കാലാവസ്ഥയിൽ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. കാലാവസ്ഥയിൽ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ എന്നറിയപ്പെടുന്നു മൺസൂൺ കാലാവസ്ഥ എന്നറിയപ്പെടുന്നു. ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നു. ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്നവയാണ്. ഇനി സൂര്യൻ്റെ അയനം. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അയനം എന്ന് പറയുന്നത്. അയനം എന്ന് വെച്ചാൽ എന്താണ്? സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസത്തെയാണ് സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവുമാണ് ഇത്തരത്തിൽ സൂര്യന് സ്ഥാനം മാറ്റം ഉണ്ടാകുന്നതായി അനുഭവപ്പെടുന്നതിന് കാരണം. അപ്പോൾ സൂര്യന് സ്ഥാനം മാറ്റം ഉണ്ടാകുന്നതായി അനുഭവപ്പെടുന്നതിന് കാരണം എന്താണ്? ഭൂമിയുടെ പരിക്രമണവും അതുപോലെ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവുമാണ്. ഇനി സൂര്യൻ്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. അതായത് മഴ ലഭിക്കുന്നതിന് കാരണമായിട്ടുള്ള കുറച്ച് ഒരു ഇതായിട്ട് പറയുന്നുണ്ടോ. സൂര്യൻ്റെ അയനം മൂലം, അയനം എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസത്തെയാണെന്ന് പറയേണ്ട സൂര്യൻ്റെ അയനം എന്ന് പറയേണ്ട. അങ്ങനെ സൂര്യൻ്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ, സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലാണ്. അപ്പം എന്ത് സംഭവിക്കും?
കരഭാഗം അല്ലേ, കരഭാഗത്തെ വായു ചൂട് പിടിച്ചിട്ട് മുകളിലേക്ക് ഉയരം. ഇവിടേക്ക് സമുദ്രത്തിൽ നിന്നുള്ള ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിന്റെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യുന്നു. മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപക മഴയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഉപഭൂഖണ്ഡത്തിന് മുകളിലാണ് സൂര്യനാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ചൂട് പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്, ആ വായു മുകളിലേക്ക് ഉയരാണ് അല്ലേ, കരഭാഗത്തെ. അപ്പോൾ കടലിൽ നിന്നുള്ള ഈർപ്പം നിറഞ്ഞ വായു എങ്ങോട്ടേക്ക് എത്താണ്, ഈ കരഭാഗത്തേക്ക് എത്താണ്. അപ്പോഴാണ് കാറ്റ് വീശുക. അതുപോലെ തന്നെ എന്താണ് ചെയ്യുന്നത്, ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയാണ് ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. മെയ് ജൂൺ മാസങ്ങളിലാണെങ്കിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. മെയ് ജൂൺ മാസങ്ങളിലാണ് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും വീശുന്ന ഈ കാറ്റുകളാണ് ആ ഒരു ഭാഗത്ത് മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നത്. അത് ഉത്തരായന കാലത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ദക്ഷിണായന കാലത്താണെങ്കിലോ സൂര്യൻ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലാകുമ്പോൾ സമുദ്ര ഉപരിതലത്തിൽ ഈ വായു ചൂട് പിടിച്ചുയരുകയും ഇവിടേക്ക് ഉത്തരദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. നേരത്തെ നമ്മൾ കരഭാഗത്ത് ചൂട് പിടിച്ച് ഉയർന്നതെങ്കിൽ ഇവിടെ സമുദ്രത്തിലല്ലേ, സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലെ ചൂട് പിടിച്ചിട്ട് ഉയരുന്നത് അല്ലേ. സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലെ വായാണ് ചൂട് പിടിച്ചിട്ട് ഉയരുന്നത്. അവിടേക്ക് ഉത്തരദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഇത് വീശുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വടക്കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരണ്ടതായതിനാൽ മഴയുടെ അളവ് കുറവായിരിക്കും. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവിയാഗിരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ഭാഗത്തിൻ്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് വീശുന്നുണ്ടെങ്കിലും ഇവിടെ നിന്നാണ് വരണ്ട കാറ്റാണ് വീശുന്നത്. അത് കാരണം മഴ കുറവാണ്. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് നീരാവി ആഗിരണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിഴക്കൻ തീരങ്ങളിൽ വ്യാപക മഴയ്ക്ക് കാരണമാകും. ഇനി കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിൻ്റെ സാമീപ്യം, കാറ്റ്. അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിൻ്റെ സാമീപ്യം, കാറ്റ് എന്നിവയൊക്കെ എന്നാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പഠിച്ചു വയ്ക്കുക. പ്രധാന അക്ഷാംശ രേഖയായ ഉത്തരായന രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും തെക്കു ഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗത്താണെങ്കിൽ മിതോഷ്ണ കാലാവസ്ഥയാണ്, തെക്ക് ഭാഗത്താണെങ്കിൽ ഉഷ്ണ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം പൊതുവെ മിതമായിരിക്കും. എന്നാൽ മിതോഷ്ണ മേഖലയിൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും താപനിലയിലെ അന്തരം പൊതുവെ കൂടുതലായിരിക്കും. ഉഷ്ണമേഖലയിലാണെന്നുണ്ടെങ്കിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനില എന്ന് പറയുന്നതായിരിക്കും പൊതുവെ മിതമായിരിക്കും അല്ലേ. എന്നാൽ മിതോഷ്ണ മേഖലയിലാണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാലാവസ്ഥയെ കുറിച്ചുകൂടെ പറയുന്നത് അല്ലേ. ഇനി കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് ഭൂപ്രകൃതി എന്ന് പറഞ്ഞു അല്ലേ. ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു. സഹ്യപർവ്വതനിരകളുടെ പടിഞ്ഞാറേ ചെരിവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളുടെ കിഴക്കൻ ചെരിവായ തമിഴ്നാട്ടിൽ മഴ വളരെ കുറയാനുള്ള കാരണം മനസ്സിലായല്ലോ എന്നാണ് പറയുന്നത്. ഇങ്ങനെ മഴനിഴൽ പ്രദേശങ്ങൾ അല്ലെങ്കിൽ മഴക്കുറവായ പ്രദേശങ്ങൾ എന്നൊക്കെയാണ് ഈ ഒരു ഭാഗത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഭൂപ്രകൃതി എന്ന് പറയുന്നത്. അതായത് ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ഈ പർവ്വതങ്ങൾ കാറ്റ് വീശുകയാണെന്നുണ്ടെങ്കിൽ ഈ കാറ്റിനെ തടഞ്ഞു നിർത്തിയിട്ട് അവിടെ മഴ പെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സഹ്യപർവ്വതനിരകളുടെ പടിഞ്ഞാറ് ചെരിവായ കേരളത്തിലെ കാരണം അവിടെ ധാരാളം മഴ ലഭിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് പറയുന്നത്, തമിഴ്നാട്ടിലൊക്കെ മഴ വളരെ കുറവാണ്. കാരണം ഈ ഒരു ഭാഗത്തെ മഴനിഴൽ പ്രദേശങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ പർവ്വതനിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായ കാറ്റ് വീശുന്ന ഇടങ്ങളിലെ തടസ്സങ്ങളില്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്യിക്കാതെ കടന്നു പോകുന്നു. രാജസ്ഥാനിലെ ആരവലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിന് പിന്നിലെ കാരണവും ഇതാണ്. സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആർദ്ര കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്ന് ഏറെ അകലം സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താരതമ്യേന വരണ്ട കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. അറിയാം അല്ലേ. സമുദ്രത്തോട് അടുത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, ആർദ്ര കാലാവസ്ഥയായിരിക്കും. അകലെയാണെന്നുണ്ടെങ്കിൽ വരണ്ട കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുന്നത്. ഇനി നമ്മൾ പറഞ്ഞു കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന സംഭവങ്ങളാണ് കാറ്റിൻ്റെ ദിശ എന്ന് പറയുന്നത്, ജലാംശത്തിൻ്റെ അളവ് എന്നൊക്കെ പറയുന്നതാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കാറ്റിൻ്റെ ദിശ, ജലാംശത്തിൻ്റെ അളവ് എന്നിവ. ഇനി നമുക്ക് ഭക്ഷ്യ വിഭവങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് പറയാൻ പോകുന്നത്. ഭക്ഷണ രീതികൾ നമുക്ക് നോക്കാം. നമുക്കറിയാമല്ലേ, ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ രീതികളാണ്.
ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയ്ക്ക് അനുസൃതമായാണ് അതാതിടങ്ങളിലെ ജനങ്ങളുടെ കൃഷി, ആഹാരം, പാർപ്പിടം, വസ്ത്രധാരണം, ആചാരം, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം ക്രമപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയിൽ ഭൂരിപക്ഷം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരായതിനാൽ മഴയുടെ വിതരണത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ജനജീവിതത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി നടക്കുമ്പോൾ ജലദൗർലഭ്യത്താൽ പല ഭാഗങ്ങളും കൃഷിക്ക് അനുയോജ്യമല്ലാതായിട്ടും മാറുന്നു. മഴയുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് കൃഷി ചെയ്യുന്ന വിളകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെല്ലാണ് കൃഷി ചെയ്യുന്നത്. മിതമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണെങ്കിലോ ഗോതമ്പാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിലാണെങ്കിൽ പയറുവർഗ്ഗങ്ങളും പരുക്കൻ ധാന്യങ്ങളാണ് കൃഷി ചെയ്ത് വരുന്നത്. അപ്പം നമുക്ക് ഓരോ വിളകളും തന്നിട്ടുണ്ട്. നെല്ല്, ഗോതമ്പ്, തണ്ണിമത്തൻ. നെല്ലിനാണെങ്കിൽ ധാരാളം ചിലവ് ആവശ്യമാണ്. അത് കാരണം ഇത് വിത്ത് വിതയ്ക്കുന്നത് ജൂൺ മാസങ്ങളിലാണ്, വിളവെടുക്കുന്നത് സെപ്റ്റംബറിലാണ്. ഇനി ഗോതമ്പ് ആണെങ്കിലോ മിതമായ അളവിലാണ് ചിലവ് ആവശ്യം. ഒക്ടോബർ മാസങ്ങളിലാണ് വിളവിറക്കുന്നത് വിത്ത് വിതയ്ക്കുന്നത്. അതുപോലെ തന്നെ വിളവെടുക്കുന്നത് എന്നാണ് മാർച്ചിലാണ്. ഇനി തണ്ണിമത്തനാണെങ്കിൽ വിരളമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യം ആവശ്യമാണ്. ഏപ്രിലാണ് വിത്ത് വിതയ്ക്കുന്നതെങ്കിൽ വിളവെടുക്കുന്നത് എപ്പോഴാണ്? ജൂണിലാണ്. അപ്പോൾ നമുക്ക് വിളകളിലും വ്യത്യസ്തമുണ്ടെന്ന് മനസ്സിലായി. ഓരോ വിളയും വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട്. ഈ കാലങ്ങളെ കാർഷിക കാലങ്ങൾ എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ എത്ര കാർഷിക കാലങ്ങളാണുള്ളത്? 3 കാർഷിക കാലങ്ങളുണ്ട് അല്ലേ? ഖാരിഫ്, റാബി, സെയ്ദ് എന്നിവയാണ് 3 കാർഷിക കാലങ്ങൾ. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖരീഫ് കാലത്ത് ഖാരിഫ് എന്ന് പറയുന്നത് എപ്പോഴാണ്? കൂടുതലായിട്ട് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഖാരിഫ് കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്റ, തുവര എന്നിവ കൃഷി ചെയ്യണം. അപ്പോൾ ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്റ, തുവര എന്നിവയൊക്കെ എന്താണ്? ഖാരിഫ് വിളകളാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന റാബി കാലം. അപ്പോൾ റാബിയുടെ കാലം ഏതാണ് പറയുന്നത്? ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളാണ്. ആ ഒരു സമയത്ത് എന്താണ്? ശൈത്യകാലമാണ്. അവിടെ എന്താണ്? അപ്പോൾ ജലം അധികം ആവശ്യമില്ല അല്ലേ? റാബി കാലം ഊഷ്മാവും ജലവും മിതമായി മാത്രം ആവശ്യമുള്ള ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായ കൃഷിക്കാലമാണ്. അപ്പോൾ ഏതൊക്കെയാണ് റാബി വിള എന്ന് പറയുന്നത്? ഏതൊക്കെ വിളയാണ്? ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് എന്നിവയൊക്കെ എന്താണ്? റാബി വിളയാണ്. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. ഇനി റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക വിളയാണ് സെയ്ദ് എന്ന് പറയുന്നത്. തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളകൾ തുടങ്ങിയവ ഈ സമയത്ത് ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യണം. ഇന്ത്യയിൽ 3 കാർഷിക കാലങ്ങൾ ഉണ്ടെങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങൾ പ്രകടമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചല്ലേ ഖാരിഫ്, റാബി, സെയ്ദ്. ഖാരിഫ് എന്ന് പറയുമ്പോൾ ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്റ, തുവര എന്നിവയാണ്. അതുപോലെ തന്നെ ഇത് ഏത് സമയത്താണ്? ജൂൺ സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇതിൻ്റെ കാലം എന്ന് പറയുന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിലാണെന്നുണ്ടെങ്കിൽ റാബി കാലമാണ്. റാബി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് എന്നിവയൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. അവിടെ അധികം വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. എന്നാൽ റാബിക്ക് ശേഷം വരുന്നതാണ് വേനൽക്കാല വിളയാണ് എന്ന് പറയുന്നത് സെയ്ദ് എന്ന് പറയുന്നത്. പഴങ്ങളും പച്ചക്കറികളാണ് അവിടെ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളകൾ എന്നിവയെ പോലെയുള്ളവയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അവിടെ ജലസേചനം എന്നാണ്? ഈ സമയത്ത് ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിലാണ് അവിടെ കൃഷി ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ വിളകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഭക്ഷ്യവിളകൾ? ഭക്ഷ്യവിളകളെ ധാന്യങ്ങളെന്നും പയറുവർഗ്ഗങ്ങളെന്നും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മൃദുധാന്യങ്ങളായ നെല്ല്, ഗോതമ്പ് എന്നിവയും പരുക്കൻ ധാന്യങ്ങളായ ബജ്റ, ചോളം, റാഗി തുടങ്ങിയവയും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത് ധാന്യങ്ങളെന്നും ഭക്ഷ്യവിളകൾ എന്ന് വെച്ചാൽ ഏതൊക്കെയാണ് നമ്മൾ പറയുന്നത്? ഏതൊക്കെയാണ്? ഗോതമ്പ്, പയർ, ബജ്രം, ചോള് എന്നിവയൊക്കെ എന്താണ്? പയറ്, തോരൊക്കെ എന്താണ്? ഭക്ഷ്യവിളകൾ തന്നെയാണ്. എന്നാൽ ഈ ഭക്ഷ്യവിളകൾ നമുക്ക് ധാന്യങ്ങളെന്നും പയറുവർഗ്ഗങ്ങളെന്നും 2ആയി തരംതിരിക്കാനായിട്ട് പറ്റും. ഭക്ഷ്യധാന്യങ്ങളാണ് നെല്ല്, ഗോതമ്പ്, ബജ്റ, ചോളം, റാഗി എന്നിവയൊക്കെ എന്താണ്? ഭക്ഷ്യധാന്യങ്ങളാണ്. എന്നാൽ പയർ, തുവര എന്നിവയൊക്കെ എന്താണ്? പ്രധാന പയറുവർഗ്ഗങ്ങളാണ്. ഇനി എന്താണ് നാണ്യവിളകൾ എന്ന് വെച്ചാൽ എന്താണ്? വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളെയാണ് നാണ്യവിളകൾ എന്ന് പറയുന്നത്. നാണ്യവിളകളിൽ കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ എന്നിവ ഉൾപ്പെടുന്നു. അപ്പോൾ നാണ്യവിളകൾ എന്ന് വെച്ചാൽ എന്താണ്? വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന വിളകളെയാണ് നാണ്യവിളകൾ എന്ന് പറയുന്നത്. കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കളൊക്കെ എന്താണ്? നാണ്യവിളകളാണ്. ഇനി നാരുവിളകൾ
പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ. തുണിത്തരങ്ങൾ, ബാഗുകൾ, ചാക്കുകൾ തുടങ്ങിയ നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്നതിനാവശ്യമായ നാരുകൾ നമുക്ക് നൽകുന്ന നാരുവിളകളാണ്. പരുത്തിയും ചണവുമാണ് പ്രധാനമായിട്ടുള്ള നാരുകൾ അല്ലേ, നാരുവിളകൾ. നെക്സ്റ്റ് എണ്ണക്കുരുക്കൾ. ഭക്ഷ്യ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്ന നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി എന്നിവ അതിൽ ഉൾപ്പെടുന്നു. നമുക്കറിയാലേ സൂര്യകാന്തി ഓയിൽസ് ആണ് പറയുന്നത് അല്ലേ, എണ്ണക്കുരുക്കൾ. എണ്ണക്കുരുക്കളിൽ നിന്ന് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി എന്നിവയിലൊക്കെ എന്തുണ്ട്, എണ്ണ ലഭിക്കുന്നുണ്ട് അല്ലേ. ഇവയ്ക്ക് പുറമെ തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങു വർഗ്ഗങ്ങൾ മുതലായ മറ്റു വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവയിലതും പലതും തോട്ടവിളകളായിട്ടാണ് കൃഷി ചെയ്യുന്നത്. തോട്ടവിളകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത് ഏതാണ്, തേയില, കാപ്പി, റബ്ബർ എന്നിവയൊക്കെ എന്താണ്, തോട്ടവിളകളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത്, ഓരോന്നും അല്ലേ, ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങളാണെങ്കിലും ശരി, അതുപോലെ തന്നെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയാണെങ്കിലും ഭൂഘടനയാണെങ്കിലും കാലാവസ്ഥ, ജലലഭ്യത ഇതൊക്കെ എന്താണ് വ്യത്യസ്തമാണ് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും നമ്മൾ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 ചാപ്റ്ററിൽ നിന്നും 5ാം ക്ലാസ്സിൽ നിന്നും ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ 7ാം ക്ലാസ്സിലേക്ക് കടന്നത്. 7ാം ക്ലാസ്സിലാണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇതിനും ഡീറ്റെയിൽ ആയിട്ട് 9ാം ക്ലാസ്സിലെ SCERT ചാപ്റ്ററിൽ പറയുന്നുണ്ട് കേട്ടോ. 9ാം ക്ലാസ്സിലെ ജിയോഗ്രഫിയിലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഹിമാലയത്തിലെ മഴത്തട്ടിൽ അങ്ങനെ എന്തായിരുന്നു പേര്, ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ഒരു ക്ലാസ് കാണാം കേട്ടോ. അത് കുറച്ചധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ക്ലാസ്സാണ്. അത് 2 പാർട്ടായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത്രയ്ക്കും ഉണ്ട് ആ ഒരു ചാപ്റ്റർ കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.